ഈ അരിയിൽ ഷുക്കൂർ വധക്കേസ്. അന്ന് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ അടക്കം അന്നത്തെ MLA രാജേഷ് അടക്കം ഈ കേസിലെ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ വിവരമൊക്കെ നമുക്കറിയാം. ഒരു ഇത്തരത്തിലുള്ള ഇരുവർക്കും നേരെ പ്രതിഷേധിച്ചതിനാണ് ഒരു അരുംകൊല നടത്തിയത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മിഥുൻ അയ്യപ്പൻ നൽകുന്നത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ അന്തിമഘട്ടത്തിൽ. CPM നേതാക്കളായ പി ജയരാജനും TV രാജേഷും പ്രതികളായ കേസിൽ കൊച്ചി CBI കോടതി ഉടൻ വിധി പറയും. പ്രതിഭാഗം സാക്ഷി വിസ്താരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, നിർണായകങ്ങളിൽ നിർണായകമായ ഒരു കേസാണ്. CPM-ന് ഇന്ന് ഇരട്ടി പ്രഹരമാകുമോ കോടതിയിൽ നിന്ന് മേൽക്കേണ്ടി വരിക? കാരണം നിർണായക സാക്ഷി വിസ്താരമാണ് നടപ്പാക്കുക. പ്രത്യേകിച്ച് പി ജയരാജനടക്കം പ്രതിക്കണ്ണിൽ നിൽക്കുന്നൊരു കേസാണ്. ഗൂഢാലോചനയടക്കം പി ജയരാജനും അന്നത്തെ MLA-യുമായ TV രാജേഷ് ഉൾപ്പെടെയുള്ളവർ നടത്തിയെന്നാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ് എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് എങ്ങനെയാകും സാക്ഷി വിസ്താരം? ആരൊക്കെയാകും വിസ്തരിക്കുക? എത്ര സാക്ഷികളുണ്ട്? എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ഈ ദിവസം അരിയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇന്ന്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭൂരിഭാഗം നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉടൻ തന്നെ വിധി പറയുന്ന നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സാക്ഷി വിസ്താരം നടക്കും. CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു 2012 ഫെബ്രുവരി 20 നടന്ന ഈ സംഭവം. അരിയിൽ ഷുക്കൂർ വധക്കേസ്. പി ജയരാജനും TV രാജേഷും എല്ലാം കൂടി സഞ്ചരിച്ചിരുന്ന ഒരു വാഹനം തടഞ്ഞതിലും അതുപോലെ തന്നെ അവരെ ചോദ്യം ചെയ്യുന്നതിലുള്ള ഒരു പ്രതികാരമായി തന്നെയാണ് അരിയിൽ ഷുക്കൂർ എന്ന MSF പ്രവർത്തകനെ ഇത്തരത്തിൽ CPM പ്രവർത്തകർ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. സാധാരണ രാഷ്ട്രീയ കൊലപാതകം നടത്തി മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് മണിക്കൂറുകളോളം വലിയ ടോർച്ചർ ഈ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന യുവാവ് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ സാമൂഹ്യ മനസാക്ഷിയെ ഒന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ TV രാജേഷും അതുപോലെ തന്നെ അരിയിൽ ഷുക്കൂറും ഈ പി ജയരാജനും ഈ 32-33 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാക്ഷി വിസ്താരത്തിലേക്കാണ് കടക്കുന്നത്. ഇരുവരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി സാക്ഷി വിസ്താരത്തിൻ്റെ ഭാഗമാക്കുമെന്നുള്ളതാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. CPM-ന് വീണ്ടും കുരുക്കിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഉറ്റുനോക്കുന്ന കാര്യം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒന്ന് തന്നെയായിരുന്നു. ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് ഈ പി ജയരാജനും അതുപോലെ തന്നെ രാജേഷിനെയും പ്രവേശിപ്പിച്ച ആശുപത്രിയിൽ വെച്ച് തന്നെ കൊലപാതകത്തിന്റെ പ്രാഥമിക ഗൂഢാലോചന നടന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശരി മിഥുനെ, CBI കോടതി ഉടൻ വിധി പറയുകയാണ്. CPM-ന്റെ നെഞ്ചിൽ ഇടുത്തി പോലെ ഇന്ന് പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരവും നടക്കാൻ പോവുകയാണ്. ഇന്ന് കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും കണ്ടറിയണം. അപ്പോഴും നമ്മുടെ മിഥുൻ തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ, ശരി.